ഹലോ ഗായ്സ് വെൽക്കം ടു ഒരുമാതിരി ഗെറ്റ് റെഡി വിത്ത് മീ. അങ്ങനെ പറയാനൊരു കാരണമുണ്ട്, കാരണം ഈ ഒരു പരിപാടി എനിക്ക് ചെയ്ത് അത്ര ശീലമില്ല. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി ട്രൈ ചെയ്യുകയാണ്. അപ്പോൾ തെറ്റുകുറ്റകൾ എന്തായാലും ഉണ്ടാവും, ഇവിടെ ക്ഷമിക്കുക. അപ്പോൾ ആദ്യം തന്നെ പോൺസിൻ്റെ ഒരു മോയ്സ്ചറൈസർ ഇട്ടു, അതിനുശേഷം സൺസ്ക്രീനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ മറ്റേ 3 ഫിംഗർ റൂളൊന്നും ഞാൻ ഫോളോ ചെയ്യുന്നില്ല, കാരണം ഇതിന് അത്യാവശ്യം വൈറ്റ് കാസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു റൂൾ ഫോളോ ചെയ്താൽ എന്നെ കാണാൻ ഒരു ഡാൻസ് മാസ്റ്റർ വിക്രം പോലെ ഉണ്ടാവും, കാരണം ന്യൂഡിൽസ് മണ്ടയും അതുപോലെ തന്നെ ഈ വൈറ്റ് കാസ്റ്റ് ഉള്ള സൺസ്ക്രീനും കൂടി ആകുമ്പോൾ എക്സാക്ട് അതായിരിക്കും എൻ്റെ ഫിഗറിന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ ആവശ്യത്തിന് മാത്രം അപ്ലൈ ചെയ്യുന്നുണ്ട്, ബാക്കി വന്നത് കുറച്ച് കയ്യിലും കൂടി തേച്ചു. അതിനുശേഷം ഐബ്രോസ് ഫില്ല് ചെയ്തു കേട്ടോ. നമ്മുടെ ഫീച്ചേഴ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ നമ്മുടെ ഐബ്രോസ്. അതിനുശേഷം ഞാൻ ഐഷോഡ പാലറ്റിൽ നിന്ന് ഒരു ലൈറ്റ് ഷെയ്ഡ് ഐ ഷാഡോ അപ്ലൈ ചെയ്യുന്നുണ്ട് ഐ ലിഡിൽ. അപ്പോൾ അതൊന്ന് കണ്ണ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഒരുപാട് വാരി പൊത്തണമെന്നില്ല, നമ്മൾ നോർമൽ ഡേ ആണ്. മേക്കപ്പ് നമ്മൾ ജസ്റ്റ് വേറെ ഒന്നും ചെയ്തിട്ടില്ല, സൺസ്ക്രീനും ഇത് മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ കൺമഷി എഴുതുന്നുണ്ട്, അത് മുകളിലത്തെ വാട്ടർ ലൈൻ മാത്രമാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്, താഴത്തെ ചെയ്യുന്നില്ല. കാരണം താഴത്തെ എഴുതി കഴിഞ്ഞാൽ നല്ല രീതിയിൽ കണ്ണ് സ്പ്രെഡ് ആവാൻ ചാൻസസ് കൂടുതലാണ് എനിക്ക്, അതുകൊണ്ടിട്ട് മുകളിൽ മാത്രമാണ് എഴുതി കൊടുക്കുന്നത്. പിന്നെ ക്യാമറ നോക്കി കണ്ണെഴുതാൻ ഞാൻ ഇതുവരെ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാൻ വേറെ കണ്ണാടി നോക്കി കണ്ണെഴുതി കഴിഞ്ഞു. ഇനി മസ്കാര ലൈറ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അത് നമ്മുടെ കണ്ണിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എനിക്ക് ഏറ്റവും ഇഷ്ടം കണ്ണെഴുതാനാണ്. ദെൻ അതിനുശേഷം ഞാൻ ലിപ്സ്റ്റിക് ഇട്ടു ഗൈസ്, പക്ഷേ ആ ഒരു ഫുട്ടേജ് എടുക്കാൻ മറന്നുപോയി. അതുകൊണ്ട് തന്നെയാണ് ഒരുമാതിരി ഗെറ്റ് റെഡി വിത്ത് മീ എന്ന് ഞാൻ പേരിടാൻ തീരുമാനിച്ചത്. അപ്പോൾ അതിനുശേഷം മുടിയിൽ കുറച്ച് സെറം ഒക്കെ തേച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. വേറെ ഒന്നും ഇട്ടിട്ടില്ല, സെറം തേച്ചു, ഷാമ്പു വാഷ് ചെയ്തു, സെറം ഇട്ടു. ദെൻ ഹെയർ പിൻ കൊണ്ടിട്ട് മുടി ഒന്ന് സെറ്റാക്കി. ഇതുപോലെ അവിടെ എത്തണ വരെ ഉണ്ടാകുമോ അല്ലെങ്കിൽ വൈകിട്ട് വരെ നിൽക്കുമോ എന്ന് എനിക്ക് ഒരു പ്രതീക്ഷയില്ല. എൻ്റെ മുടിയൊക്കെ വെച്ച് എനിക്ക് നല്ല ധാരണയുണ്ട്. അപ്പോൾ തൽക്കാലത്തേക്ക് വൃത്തികേടില്ലാത്ത രീതിയിലൊരു ഹെയർ സ്റ്റൈൽ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കാം, കാരണം ഇത് എൻ്റെ മാത്രം സ്റ്റൈലാണല്ലോ. ദെൻ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഷോള്. ഇത് ഇതിൻ്റെ ഷോളാണോ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷേ ഇതിൻ്റെ കൂടെ എന്നാലും ഇത് യോജിച്ച് പോകുന്നുണ്ടെന്നൊരു തോന്നൽ, അതുകൊണ്ട് ഇത് തന്നെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.